അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ. ഹിജർ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ് അബുൽ ഖാസിം അസ്സുഹൈലി റഹിമഹുല്ലാ. അബുൽ ഖാസിം അബ്ദുറഹ്മാൻ ബിൻ അബ്ദില്ലാ അസ്സുഹൈലി റഹിമഹുല്ലാ വഫാത്താകുന്നത് ഹിജറ 581-ലാണ്. അദ്ദേഹം പറയാണ്, ആദത്തു നിസാഇൽ അറബ് അത്തഫറുഗു ലിൽ അസ്വാജ്. ആദത്തു നിസാഇൽ അറബ്, അറബി സ്ത്രീകളുടെ പതിവാണ് അത്തഫറുഗു ലിൽ അസ്വാജ്, ഭർത്താക്കന്മാർക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത്. മറ്റു തിരക്കുകൾ മാറ്റിവെച്ച് ഭർത്താക്കന്മാർക്ക് ഖിദ്മ ചെയ്യാൻ, സേവനം ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് അറബി സ്ത്രീകളുടെ പതിവായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഭർത്താക്കന്മാരെ സേവിക്കുക എന്നുള്ളത് വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാരോടുള്ള ഭാര്യയ്ക്കുള്ള ബാധ്യതകൾ, ഭർത്താക്കന്മാരോടുള്ള കടമകൾ പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഭർത്താക്കന്മാർക്ക് സേവനം ചെയ്യാൻ വേണ്ടി, ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അറബി സ്ത്രീകൾ മാറി നിൽക്കാറുണ്ടായിരുന്നു. മറ്റു പണികളിൽ നിന്ന് മാറി, മറ്റു തിരക്കുകളിൽ നിന്ന് മാറി അതിനുവേണ്ടി മാത്രം അവർ ഒഴിഞ്ഞിരിക്കാറുണ്ടായിരുന്നു. അതവരുടെ പതിവായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറബി സ്ത്രീകളുടെ മുൻകാലഘട്ടത്തിലെ അറബി സ്ത്രീകളുടെ ഒരു അവസ്ഥയാണ് ഇമാം സുഹൈലി റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഭർത്താവിനെ അനുസരിച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിനെ അനുസരിച്ച് ഭർത്താവിന് കൊടുക്കേണ്ട ബാധ്യതകൾ നിറവേറ്റിയാൽ അവൾക്ക് സ്വർഗമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, വലാ തജിദുൽ മർഅതു ഹലാവതൽ ഈമാൻ. ഒരു സ്ത്രീക്ക്, ഒരു ഭാര്യയ്ക്ക് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുകയില്ല ഹത്താ തുഅദ്ദിയ ഹഖ്ഖ സൗജിഹ. തൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ട ബാധ്യത അവൾ നിറവേറ്റുന്നത് വരെ അവൾക്ക് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിരവധി ഹദീസുകൾ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ വിവരിക്കുന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്വർഗം നേടിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഭർത്താവിനെ സേവിക്കുക, ഭർത്താവിനെ അനുസരിച്ച് ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അറബി സ്ത്രീകൾ അത് ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ഇമാം സുഹൈലി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ബാധ്യത കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് തൻ്റെ ഭർത്താവിനോടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകൾ ശ്രദ്ധിക്കുക, സഹോദരിമാർ ശ്രദ്ധിക്കുക, ഭർത്താവിന് വേണ്ടി അവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. നാളെ പരലോകത്ത് വലിയ നേട്ടം ലഭിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഭർത്താക്കന്മാർക്ക് ഖിദ്മ ചെയ്യാൻ സഹോദരിമാർക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.